ഹായ് ഓൾ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നീറ്റ് ആസ്പിരൻസ് സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മിസ്റ്റേക്കുകളെ പറ്റി പറയേണ്ടതെന്ന് അറിയോ? കാരണം മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കണം എന്നാണ്. ഇനി ആ മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാത്ത രീതിയിൽ നമ്മളത് മാറ്റേണ്ടതുണ്ട്. ആ മിസ്റ്റേക്കുകളെ പറ്റി പഠിക്കാം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 മിസ്റ്റേക്സ് ഓഫ് നീറ്റ് ആസ്പിരൻസ് ആണ്. സോ നമുക്ക് 1 by 1 ആയിട്ട് പോവാം. ആൻഡ് എല്ലാ മിസ്റ്റേക്സും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇത് പതിറ്റാണ്ടുകളായിട്ട് നീറ്റ് ആസ്പിരൻസ് നടത്തുകയും ആൻഡ് ഈ മിസ്റ്റേക്സ് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ആളുകൾക്ക് നീറ്റ് കിട്ടാതെ പോവുകയും ചെയ്ത കണ്ടീഷനാണ്. സോ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാറ്റി വെക്കാം. സോ വിൽ ഗോ ടു ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ദ നീറ്റ് ആസ്പിരൻസ് വിൽ ഡു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഏജിൽ എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഫോണിന്റെ ഉപയോഗം. ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ? ഡെഫിനറ്റ്ലി ആണ്. നമുക്ക് ഓർക്കാം, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തു, ഒരു റീല് കണ്ടു, 2 റീല് കണ്ടു, 3 റീല് കണ്ടു, അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടുമോ? ഒരിക്കലും ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റീലുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ 25, 30, 40, 50 റീലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണുക. അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടുക. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അല്ല, നമ്മൾ ഇടയ്ക്കെങ്കിലും ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ വി കനോട്ട് സ്റ്റോപ്പ്, നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഫോർ എക്സാമ്പിൾ, ഞാൻ പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടു, ഇനി അതിന്റെ അപ്പുറത്തെ നെക്സ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ മിസ്റ്റേക്ക് ഇൻ യുവർ ലൈഫ് ഡെഫിനറ്റ്ലി. സോ അങ്ങോട്ടേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. യൂട്യൂബ് വീഡിയോസ് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ പോലെയുള്ള സാധനങ്ങളിൽ സോ ഡെഫിനറ്റ്ലി ഫോണിന്റെ ഉപയോഗം ദാറ്റ് ഇസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് യു ആർ ഡൂയിങ്. ആൻഡ് ചില ആളുകൾക്കെങ്കിലും ഈ ഫോൺ ഉപയോഗിച്ചിട്ട് മറ്റാളുകളായിട്ടുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രയൽ നടത്താറുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഒരു ഏജിൽ, എനിക്കറിയാം, ഞാൻ ആ ഒരു പ്രായത്തിലൂടെ കടന്നു വന്ന ആളുകളുണ്ട്. നമുക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. സോ അതല്ലെങ്കിൽ തന്നെ ഫാമിലി റിലേഷൻഷിപ്സ് ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്സുകൾ ഉണ്ടാവും. സോ ഇതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുക. അതും നീറ്റ് പ്രിപ്പറേഷന്റെ സമയത്ത് എന്താ പറയാ, ബഹുത് ബഡിയ ഗൽത്തി, അങ്ങനെ തന്നെ പറയേണ്ടത്. വളരെ വലിയ തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഈ റിലേഷൻഷിപ്പ്, നമ്മളിപ്പോൾ എന്താ പറയാ, ഒരാൾ ഫ്രാൻസിൽ പോയതിന്റെ ഒരു റീല് കാണുന്നത് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് നീറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഫ്രാൻസിലോ ഇറ്റലിയിലോ ബെൽജിയത്തിലോ സ്വിറ്റ്സർലാൻഡിലോ നിങ്ങൾക്ക് തന്നെ പോയി നേരിട്ട് കാണാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്ന് മനസ്സിലാക്കുക. സോ ഒന്നാമത്തെ കാര്യം, ഫോൺ ഒഴിവാക്കിയേക്ക്. അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ. റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി നീറ്റിന്റെ ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നീറ്റിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി ഒരുപാട് കുട്ടികൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് സാർ. അപ്പൊ അങ്ങനെ തന്നെ പറയും. അല്ലെങ്കിൽ അവരതങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവർ ആ ഒരു മീനിങ്ങിൽ പറയും, സാർ ഞാൻ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസത്തിൽ 1 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ, 2 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. സോ ആ ഒരു രീതിയിലൊക്കെ പറയും. അത് 2 രൂപത്തിലാണ് കിട്ടുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ബോധിപ്പിക്കാനോ, പഠിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അധ്വാനിക്കുന്നുണ്ടെന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തിനെ ഇങ്ങനെ ഡിപ്രൈവ് ചെയ്ത് പോവാം. അരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം ഉറക്കം, ഭക്ഷണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യമാണ്. സോ അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 5.5 hours, 5.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം, മിനിമം. ആൻഡ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചെയ്തിരുന്നത് ഒരു 6-6.5 മണിക്കൂർ വരെ എല്ലാ ദിവസവും ഉറങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നീറ്റിന്റെ തലേ ദിവസം വരെ. സോ ഉറക്കത്തിന് ഡിപ്രൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ ഫറ്റീഗ് ആവും, തളർന്നു പോകും, നമ്മുടെ പഠിക്കാനുള്ള എബിലിറ്റി കുറഞ്ഞു പോകും, നമ്മുടെ മാർക്ക്, മെമ്മറീസ്, സാധനങ്ങൾ കുറഞ്ഞു പോകും. സോ ഡെഫിനറ്റ്ലി അത് ചെയ്യരുത് എന്നുള്ള കാര്യം ഓർക്കാണ്. ആൻഡ് മൂന്നാമത്തെ മിസ്റ്റേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ, ഡെഫിനറ്റ്ലി അല്ലേ, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതൊരു മിസ്റ്റേക്ക് ആണോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് മിസ്റ്റേക്ക് അല്ല. പക്ഷെ ലോങ് ടൈം ടൈം ടേബിൾ ഇട്ടിട്ട് ഞാൻ പറയാണ്, എനിക്കിനി അങ്ങോട്ടേക്ക് ഇപ്പോഴാണെങ്കിൽ ഈ ഒരു പീരീഡിലാണെങ്കിൽ എനിക്കിനി 30 ദിവസം കൊണ്ട് പഠിക്കാൻ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും വൈകുന്നേരം ഈ നേരം വരെയായി, നമുക്ക് നാളെ തുടങ്ങാം. അതിനെ പറയുന്ന പേര് പ്രോക്രാസ്റ്റിനേഷൻ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനെയാണ്, പ്രോക്രാസ്റ്റിനേഷൻ എന്നാ പറയാം. ഒരിക്കലും ചെയ്യരുത്. ഇത് ഇന്നത്തെ ദിവസം എങ്ങനെ, നാളെ മുതൽ ശരിയാക്കാം. ഫിസിക്സ് ഇന്ന് ഇങ്ങനെ, നാളെ മുതൽ ഫിസിക്സ് പഠിക്കാം, മറ്റന്നാൾ മുതൽ കെമിസ്ട്രി പഠിക്കാം, അല്ല അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ലോങ് ടൈം പ്ലാനുകളാണ്. മക്കളെ ഉറപ്പായിട്ട് മനസ്സിലാക്കുക, നടക്കാൻ പോകുന്ന കാര്യമല്ല അത്. നമ്മൾ പറയാം ഇപ്പൊ പഠിക്കാം, ഇത് ഈ സമയം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു സെക്കൻഡ്, ഈ ഒരു മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ലോങ് ടൈം ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് വളരെ കാലത്തേക്ക്, കുറേ അധികം കാലത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് ടൈം ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാ, അത് അപ്പം നടക്കാം, അല്ലെങ്കിൽ ആ ഒരു സാധനം അപ്പം ചെയ്യാം, അങ്ങനെയല്ല.
നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങളത് ഇപ്പൊ ചെയ്യാം. പഠിക്കാൻ തുടങ്ങേണ്ടത് ഇപ്പോഴാണ്, അല്ലാതെ നാളെ മുതൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നാളെ മുതൽ ശരിയാവാം. മിക്കവാറും ആൾക്കാർ പറയാം അടുത്ത 1-ാം തീയതി മുതൽ ശരിയാവാം, അടുത്ത തിങ്കളാഴ്ച മുതൽ ശരിയാവാം. അത് നടക്കൂല. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഇപ്പോൾ ഇന്നൊരു സമയം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. നാലാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞിട്ടെ. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ബുക്കുകളുടെ പുറകെ ഓടുക എന്നുള്ളതാണ്. ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കണ്ടന്റിനോട് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വേണം. പല കുട്ടികളും എന്താ ചെയ്യുക, ഒരു ബുക്ക് എടുത്തു, MTG ഗൈഡ്, MTG കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്, പിന്നെ നേരെ എടുത്തിട്ട് NCERT ഫിംഗർ പ്രിന്റ്, മറ്റേ ബുക്ക് GRB, അരിഹന്ത്, ദിനേശ്, പ്രദീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ബുക്കിന്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. സോ നിങ്ങളിപ്പോൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഓരോ ബുക്കിന്റെ പുറകെ ഓടുകയാണ്, അല്ലാതെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ടോപ്പിക്കിന്റെ പുറകിലല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിന്റെ ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ഫിസിക്സിന്റെ എല്ലാ ബുക്കിലും ഉള്ളത് ഒരേ ന്യൂട്ടൺസ് ലോയും ഒരേ കൂളംസ് ലോയും ഒരേ ലോസ് ഓഫ് മോഷനും ഒരേ 1 ഡയമെൻഷണൽ മോഷനും തന്നെയാണ്. അല്ലാതെ ഓരോ ബുക്ക് മാറുമ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്താ മാറി വരും, ഒരിക്കലും വരില്ല. മണ്ടത്തരമാണ്. ബുക്കുകൾ ഇങ്ങനെ മാറ്റി കളിക്കല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഏത് ബുക്കും ആയിക്കോട്ടെ, ആ ബുക്ക് നല്ല ബുക്കാണ്, അതിൻ്റെ ഉള്ളിൽ MCQs ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് തിയറീസ് ഉണ്ട്, ആ സാധനങ്ങൾ മാത്രം പഠിക്കുക. ആൻഡ് വൺസ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് ഒരിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് തിങ്. അല്ലാതെ ഒരു 10% പഠിച്ചിട്ട് ബാക്കി വേറൊരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു, വേറൊരു ബുക്കിൽ നിന്ന് കുറച്ച് പഠിച്ചു, വേറെ കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് പഠിച്ചു. നോ, ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളുടെ വലിയ മിസ്റ്റേക്ക് ആണ്. അടുത്ത മിസ്റ്റേക്ക് 5ാമത്തെ മിസ്റ്റേക്ക് ആണ്. സോ അതും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്ക് 5ാമത്തെ മിസ്റ്റേക്കിലേക്ക് പോവാം. 5ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ, നമ്മുടെ നീറ്റിന്റെ ഈ ഒരു സമയത്ത് റിവിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് മറന്നു പോകുക എന്നുള്ളതാണ്. ഫോർഗോട്ടിങ് ദ നോട്ട്സ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വളരെ എൻജോയ് ചെയ്തിരുന്ന് കേട്ട ഒരു ക്ലാസ് ഉണ്ടാവും. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാറ്, ഫേവറേറ്റ് ആയിട്ടുള്ള ഫിസിക്സിന്റെ സാറ്, ഫേവറേറ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ സാറ്, ഫേവറേറ്റ് ആയിട്ടുള്ള ബയോളജിയുടെ സാറൊക്കെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്ന് ആ സമയത്ത് നമ്മൾ നോട്ടുകളൊക്കെ എഴുതി പഠിച്ച ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ നോട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. കാരണം അന്ന് നിങ്ങൾ അത്രയും മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്ത് പഠിച്ചു വെച്ച സാധനങ്ങളാണ്, നിങ്ങളുടെ തലയിൽ അത് ഓൾറെഡി ഉണ്ട്. അത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ബുക്ക് വായിക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അന്നില്ലാത്തൊരു ബുക്ക് വായിക്കല്ല. നിങ്ങൾ അന്നത്തെ ക്ലാസ് റൂമിൽ അവിടെ ഇരുന്ന് എഴുതിയ ക്ലാസ് നോട്ട് എടുത്ത് വായിച്ചു നോക്കും മക്കളെ. ആ ക്ലാസ് വരി പോലെ നിങ്ങളുടെ തലയിലേക്ക് കയറി വരുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി നോട്ട് മറന്നു പോവുക, അല്ലെങ്കിൽ നോട്ട് എടുക്കാതിരിക്കുക, പിന്നെ റിവിഷൻ സമയത്തേക്ക് നോട്ടിനെ മൈൻഡ് ആക്കാതിരിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് എ വെരി റോങ് തിങ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. നമ്മൾ ബയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബയോളജിയുടെ നോട്ട് ജസ്റ്റ് നോക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, പിന്നെ NCERT വായിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ശീലം. സോ ഒരിക്കലും നോട്ട് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. പക്ഷെ ഞാൻ പറയുന്നത് നോട്ടിനെ എടുക്കാതിരിക്കുന്നത് ദാറ്റ് വിൽ ബി എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. 6ാമത്തെ മിസ്റ്റേക്ക് പറയട്ടെ. 6ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്ടിങ് അവർ പാരന്റ്സ് എന്നുള്ളതാണ്. പേരൻസിന് മാത്രമല്ല, എൽഡേഴ്സ് ആരൊക്കെ ആയിരുന്നാലും അവരെ കുറച്ച് ആൾക്കാർ ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2-3 രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ പഠിച്ച് അത്യാവശ്യം വിവരമൊക്കെ വെച്ചു, നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ഒരു അഹങ്കാരത്തിന്റെ ഭാവനയിലുള്ള ഒരു സാധനം. അതായത് നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞു തന്നത് ഉപദേശിച്ചതൊക്കെ മതി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരിക്കലും ചെയ്യരുത്. നമുക്കറിയാം അഹങ്കാരി ഒരു സ്ഥലത്ത് എത്താൻ പോകുന്ന ഒരു കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ആ ഒരു രൂപത്തിലാവരുത്. 2ാമത്തെ ഒരു സാധനം ഉണ്ട്, അതാണ് കുറച്ചുകൂടി പ്രിവിലായിട്ടുള്ള സാധനങ്ങൾ. ഫ്രസ്ട്രേഷന്റെ പുറത്ത്, അതായത് നമ്മൾ പഠിച്ചു, കഷ്ടപ്പെട്ടു, മാർക്ക് കിട്ടിയില്ല, എന്നിട്ട് എന്ത് ചെയ്യും, നേരെ വീട്ടിൽ പോയിട്ട് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ ടീച്ചറോടോ ബാക്കി ആൾക്കാരോടൊക്കെ ആയിരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. അത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊരു ചൊല്ലുണ്ട്. സോ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി ഒരു കാംനെസിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ വൈബ്രന്റ് ആയിട്ട് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വയലന്റ് ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ബോഡി അങ്ങ് മാറിപ്പോവുക ചെയ്യുന്നത്. സോ അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഒരു സമാധാനം പോവും, സ്വസ്ഥത പോവും, നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് കൂടും, ആൻഡ് നമ്മുടെ പഠിത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി വല്ലാതെ കുറയുകയും ചെയ്യും. സോ ഡെഫിനറ്റ്ലി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ്, നമ്മൾ ഒരിക്കലും എൽഡേഴ്സ് ആയിട്ട്, എൽഡറിന് മാത്രമല്ല കേട്ടോ, ചെറിയ അനിയത്തി ഉണ്ടെങ്കിൽ അവരായിട്ടാണെങ്കിൽ പോലും വഴക്കിന് പോകരുത്, ശണ്ടയ്ക്ക് പോകരുത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പഠിത്തത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കും. ദാറ്റ് ഈസ് എ ബിഗ്ഗർ മിസ്റ്റേക്ക്. 7ാമത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം. 7ാമത്തെ മിസ്റ്റേക്കാണ് ഒരു എന്താ പറയുക, ഭയങ്കര ബിഗ്ഗറായിട്ട് നമ്മൾ ഒരു സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്റ്റലുകളിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ളത് ബ്ലെയിം ഗെയിം. കേട്ടിട്ടുണ്ടോ? ബ്ലെയിം ഗെയിം എന്താണ്? അതിങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ വെറുതെ കുറ്റം പറയല്ല ചെയ്യുക. ഫിസിക്സിൻ്റെ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി, അത് ഇന്നലെ മഴയായിരുന്നു, ഇന്നലെ കറണ്ട് പോയിരുന്നു, ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു, ഇന്നലെ ചൂടായിരുന്നു,
ഇന്നലെ പനിയായിരുന്നു, ഇന്നലെ നടുവേദനയായിരുന്നു, ഇന്നലെ പല്ലുവേദനയായിരുന്നു, ആ സാറിനെ എനിക്ക് ഇഷ്ടമല്ല, ആ ക്ലാസ് എനിക്ക് ഇഷ്ടമല്ല, ആ കോച്ചിങ് സെന്റർ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരോടാ മക്കളെ? ആരോടാണ് നമ്മൾ ഈ കുറ്റങ്ങളും ന്യായങ്ങളും സാധനങ്ങളൊക്കെ പറയുന്നത്? അത് അവൻ കാരണമാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്, അവള് കാരണമാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്, ആ സാറ് കാരണമാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്, ആ കോർഡിനേറ്റർ കാരണമാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്. ആരോടായി പറയുന്നത്? ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ തന്നെ നോക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ട് നിനക്ക് മാർക്ക് കിട്ടിയില്ല എന്ന്. അപ്പോൾ അത് വേറെ ആരോടെങ്കിലും വേറെ ഒരു രീതിയിൽ ബ്ലെയിം ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്ന ഒരു കാര്യമില്ല. തൽക്കാലത്തേക്ക് ചിലപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിന്ന് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞ് മാറ്റി വെക്കുമായിരിക്കും. പക്ഷേ ഫിസിക്സിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് ഇമ്പ്രൂവ് ചെയ്യുക, നീറ്റിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി എന്തിനുള്ള കാര്യമാണ്? ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞ് നിൽക്കേണ്ട. ബ്ലെയിം ഗെയിം അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ഡെഫിനറ്റ്ലി അവസാനിപ്പിക്കണം. എട്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? എട്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും പഠിക്കുന്നത് കോച്ചിങ് സെന്ററിൽ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. കോച്ചിങ് സെന്റർ, ഇവിടുത്തെ റാങ്ക്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാങ്ക്, എന്റെ ക്ലാസ് റൂമിലെ റാങ്ക്, ആ ഒരു രൂപത്തിലേക്ക് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വെരി ബിഗ് മിസ്റ്റേക്ക് ആണ് മക്കളെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ ചിലപ്പോൾ കുറഞ്ഞ കുട്ടികളുള്ള കോച്ചിങ് സെന്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് കുട്ടികളുള്ള കോച്ചിങ് സെന്റർ ആയിരിക്കും. എവിടെയായിരുന്നാലും ഇവിടെ റാങ്ക് കിട്ടാനല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ റാങ്ക് കിട്ടേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ഒരു 10 ചാപ്റ്ററിന്റെ എക്സാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന, ഏറ്റവും നല്ലോണം കോൺഫിഡന്റ് ആയിട്ടുള്ള കുറച്ചൊരു 6 ചാപ്റ്റർ ഉണ്ട്. ഈ 6 ചാപ്റ്റർ നല്ലോണം കോൺഫിഡന്റ് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും, നമ്മുടെ കോച്ചിങ് സെന്ററിൽ നല്ല റാങ്ക് കിട്ടും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മറക്കരുത്, അവിടെ ഒരു 4 പ്രശ്നമുള്ള ടോപ്പിക് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് അത് അറിയില്ലാത്ത, നമുക്ക് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ. പക്ഷെ നമ്മൾ ഇവിടെ ഈ കോച്ചിങ് സെന്ററിൽ റാങ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം എന്താ? നമ്മൾ എളുപ്പമുള്ള 6 ചാപ്റ്ററിനെ പഠിച്ചിട്ട് പാടുള്ള 4 ചാപ്റ്ററിനെ മറന്നു. ഈ പാടുള്ള 4 ചാപ്റ്ററിന് നീറ്റിന് വേണ്ടിയിട്ട് ആര് പഠിക്കും? നമ്മൾ തന്നെ പഠിക്കണ്ടേ? സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ പഠിക്കുമ്പോൾ മുഴുവനായിട്ടുള്ള എല്ലാ 10 ചാപ്റ്ററും പഠിച്ചില്ലെങ്കിലും എനിക്ക് പഠിക്കേണ്ട 4 ചാപ്റ്റർ, എനിക്ക് പഠിക്കേണ്ട 5 ചാപ്റ്റർ ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് അടുത്ത എക്സാമിലേക്ക് എനിക്ക് ഇപ്പോഴത്തെ പഠനം ഉപകരിക്കും. ചിലപ്പോൾ ഈ എക്സാമിന് കുറച്ച് മാർക്ക് കുറയുമായിരിക്കും, സാരമില്ല. കാരണം ഞാൻ ഇവിടുത്തെ സെന്ററിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, ഞാൻ എൻ്റെ നീറ്റിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ബോധം വേണം. സോ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ കോച്ചിങ് സെന്ററിൽ കിട്ടുന്ന ഒരു എന്താ പറയുക റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കഷ്ടപ്പെടരുത്. നിങ്ങൾ എപ്പോഴും മുന്നിലുള്ള നമ്മുടെ പരീക്ഷ നീറ്റ് പരീക്ഷയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. 9ാമത്തെ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. 9ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓക്വേർഡ് ടൈമിങ്ങിലുള്ള സ്റ്റഡീസ് ആണ്. ഓക്വേർഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാട്ടോ, അങ്ങനെ ഒരു സമയമുണ്ടോ സാറേ ഓക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊള്ളില്ലാത്ത മോശമായിട്ടൊരു സമയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സമയമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ജനറൽ സിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് തന്നെ ഓക്വേർഡ് അല്ലാത്ത സമയങ്ങളിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ചില കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു അബ്നോർമൽ സാധനം ഫീൽ ചെയ്യും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡി വളരെ ചെറുപ്പം, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നിങ്ങൾ +2 വരെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ഈ ഒരു സമയം വരെയുള്ള സമയത്ത് നമ്മുടെ ബോഡി കിടന്നുറങ്ങി എണീറ്റ് പഠിച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ കുട്ടിയായിരുന്ന സമയം മുതൽ ഡെവലപ്പായി വന്ന പാറ്റേൺ ആണ്. ആ പാറ്റേണിനെ നീറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ചിലപ്പോൾ ചില പേരൻസ് ഒക്കെ വളരെ അഭിമാന പുരസ്സരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മോള് ഉറങ്ങാൻ വേണ്ടി രാവിലെ 4 മണി വരെ ഇരുന്ന് പഠിക്കും, പിന്നെ അവൾ എണീക്കുന്നത് 11 മണിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ സ്വാഭാവികമായിട്ടൊരു താളക്രമം ഉണ്ടായിരുന്നു, ഒരു സമയക്രമം ഉണ്ടായിരുന്നു, അതിനെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യരുത് മക്കളെ, അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോരുത്. കാരണം നമ്മുടെ ബോഡിയാണ് ഫസ്റ്റ്. കാരണം നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബ്രെയിനാണ്. അതിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ട്. അതായത് നൈറ്റ് ഒരു സമയത്ത് ഉറങ്ങുക, രാവിലെ എണീക്കുക, അതൊരു സാധനം. അപ്പോൾ ഈ എണീക്കുന്ന സമയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് രാത്രി 12 മണി അല്ലെങ്കിൽ 1 മണി വരെ ഇരുന്ന് പഠിക്കാം. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ എണീക്കാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ട് നേരത്തെ എണീക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഒരു വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ടൈമിങ്ങൾ, രാത്രി 10 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, 10 മണി മുതൽ രാവിലെ 8 മണി വരെ പഠിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു, അങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. അത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ പേരന്റിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരെയോ ഹോസ്റ്റലിലുള്ള കുട്ടികളെയോ ഒക്കെ അവൻ നല്ല പഠിക്കുന്നുണ്ട് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അത് നീറ്റിന് സഹായിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. സോ ഡെഫിനറ്റ്ലി ഓക്വേർഡ് ടൈമിങ്ങിലേക്ക് പോകരുത്. ഇനി 10ാമത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം അല്ലേ.
10ാമത്തെ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത്ര അധികം വിവരങ്ങൾ തരുന്ന ഡോപ്പയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും 10ാമത്തെ മിസ്റ്റേക്ക്. തമാശ പറഞ്ഞതാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഇതല്ല ഞാൻ ഉദ്ദേശിച്ച 10ാമത്തെ മിസ്റ്റേക്ക്. 10ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് 10ാമത്തെ മിസ്റ്റേക്ക്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നീറ്റ് വന്ന് വായിൽ കയറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സോ ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു മിസ്റ്റേക്കാണ്. ഞാനിത് ഒന്നാമത് പറഞ്ഞ ഒരു മിസ്റ്റേക്കിലേക്ക് കൂട്ടി വായിക്കുകയാണ്. ഫോൺ ഉപയോഗിക്കരുത്, വേറെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്സ്, ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് മാത്രമല്ല, അതല്ലാത്ത ഫാമിലി റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും അയൽവാസികളും ബാക്കി കാര്യങ്ങളും ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട. സോ ആ ഒരു നിലയിൽ തന്നെ നിൽക്കുക. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 10ാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ ഇപ്പോൾ ഈ മൊമെന്റ് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ യൂട്യൂബ് വീഡിയോ ക്ലോസ് ചെയ്തേക്ക്. ഡോപ്പയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതന്നെ ക്ലോസ് ചെയ്ത് വെച്ചേക്ക്. നേരെ ബുക്ക് എടുത്തോ, പഠിച്ചോളൂ. അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ മിസ്റ്റേക്കുകളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരില്ല എന്ന് ഉറപ്പിച്ചോളൂ. ആൻഡ് അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.